കോഴിക്കോട്ടെ CPM-ന്റെ മേയർ സ്ഥാനാർത്ഥി മുസാഫിർ അഹമ്മദിനെ തോൽപ്പിച്ച മീഞ്ചന്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി SK അബൂബക്കറാണ് എനിക്കൊപ്പം ഉള്ളത്. ഒരു പ്രതീക്ഷിച്ച വിജയമായിരുന്നോ? ഞാൻ ആദ്യം ഒരു പ്രതീക്ഷിച്ച വിജയമാണ് എനിക്കുണ്ടായത്. ഞങ്ങളുടെ UDF-ന്റെ പാർട്ടി പ്രവർത്തകർ ഇന്നേ വരെ കാണാത്ത ഒരു പ്രവർത്തനമാണ് അടിത്തട്ടിൽ നടത്തിയത്. ആ അടിത്തട്ടിൽ നടത്തിയത് കൊണ്ട് ഞാൻ വിജയിക്കുമെന്ന് ആദ്യം തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം കോഴിക്കോട് കോർപ്പറേഷൻ്റെ അഴിമതിയും ദുർഭരണത്തിനുമുള്ള ജനങ്ങളുടെ വിധേയത്താണ് ഈ വിധേയത്ത്. വലിയങ്ങാടി ഭാഗത്തെ സിറ്റിംഗ് കൗൺസിലർ കൂടിയായിരുന്നു. അങ്ങനെ പുതിയൊരു വാർഡിലേക്ക് പോയാണ് മത്സരിച്ച് അവിടെ മേയർ സ്ഥാനാർത്ഥിയാണ്, CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിയാണ്, നിലവിലെ ഡെപ്യൂട്ടി മേയറാണ്, ഒരുമിച്ച് 5 വർഷങ്ങൾ ഇരുന്ന ആളുകളാണ്. അദ്ദേഹത്തെ തന്നെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ 5 കൊല്ലക്കാലം നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിക്കെതിരാണ് പോരാടിയത്. ആ അഴിമതിക്കെതിരെ പോരാടി ജനങ്ങളിലേക്ക് ആ അഴിമതി എത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു വിജയമാണ് നമ്മൾക്ക് ഇന്ന് കിട്ടിയ വിജയം. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തൊക്കെ തന്നെ വലിയ പ്രതിരോധം നേരിടേണ്ടി വന്നിരുന്നോ? നല്ല ടൈറ്റ് മത്സരമായിരുന്നു, ഇഞ്ചിക്കുള്ള മത്സരമായിരുന്നു. ഓരോ വീടുകൾ കയറിയും ഉള്ള ഒരു വിജയമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. തലേന്ന് സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് CI വന്നിട്ട് പറഞ്ഞു, വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു എല്ലാ ബോർഡുകളും മറ്റും എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കംപ്ലീറ്റ് ബോർഡുകളും ചിഹ്നങ്ങളും ഒക്കെ മാറ്റി. പക്ഷേ പിന്നീട് ഒരു ഫോൺ കോൾ നമുക്ക് ചെയ്താൽ മതി, എന്തെങ്കിലും മാറ്റേണ്ടേ. ആ ഫോൺ കോളും ഇല്ലാതെ 3 വണ്ടി പോലീസ് 9:30 മണിക്ക് വന്നാണ് ഞങ്ങളുടെ ഓഫീസ് അടിച്ച് തകർക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഈ ഓഫീസുകളെ. ഇലക്ഷൻ കമ്മിറ്റിയുടെ റൂൾ അനുസരിച്ച് യാതൊരു നടപടി എതിരായിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. കാരണം അവർ പരിശോധിച്ചതാണ്. അവിടെ ചിഹ്നങ്ങളില്ല, അവിടെ ബോർഡുകളില്ല, അവിടെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന എഴുതുന്നില്ല. പക്ഷേ ത്രിവർണ്ണ സൈസിലുള്ള ഒരു കളർ തുണിയാണ് അവിടെ ഡെക്കറേറ്റ് ചെയ്ത്. അതാണ് ഒരൊക്കെ ഉണ്ടാക്കിയ ചൂട്. പക്ഷേ അതിന് ഈ CPM-ന്റെ മുകളിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഓഫീസ് അടിച്ച് പൊളിച്ചിട്ടുള്ളത്. അതിനുള്ളൊരു പ്രതികാരങ്ങളും ജനങ്ങളുടെ വോട്ടിൽ കൂടെ നമുക്ക് പ്രവർത്തകർക്ക് എന്താ പറയാനുള്ളത്? തോൽവി ഭയന്നിട്ടാണ് നമ്മളെ ഓഫീസ് അവർ അടിച്ചു പൊളിച്ചത്. തോൽവി അവർ മുന്നിൽ കണ്ടിട്ട് ഇന്നാട്ടും ഞങ്ങളെ SK അബൂബക്കർ ജയിക്കണമെങ്കിൽ ഞങ്ങളുടെ കഠിന പ്രയത്നമാണ്. UDF-ന്റെ ശക്തമായ തേരോട്ടം ഞങ്ങൾ നടത്തി. ആ മണ്ണ് മുസാഫിറിന് വേണ്ട, മുസാഫിറിന് കൊടുക്കൂല. ശക്തമായി SK അബൂബക്കർ ജയിച്ചു. 1000 അഭിവാദ്യങ്ങൾ. ഏതായാലും SK-യുടെ ജയം കോൺഗ്രസിന് വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കോഴിക്കോട് കൗൺസിൽ യോഗത്തിൽ എല്ലാ കൗൺസിൽ യോഗത്തിലും നല്ല നിലപാട് സ്വീകരിക്കുകയും കോൺഗ്രസിന് UDF-ന് വേണ്ടി സംസാരിക്കുകയും ചെയ്ത ഒരു കൗൺസിൽ കൂടിയാണ് SK അബൂബക്കർ. ഏതായാലും CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് SK അബൂബക്കർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് വലിയ സന്തോഷത്തിലാണ്. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിജയ് ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, റിപ്പോർട്ടർ.